ദിവസവും കൂട്ട് വേണ്ടായിരുന്നല്ലോ. ഇനിയും വേണ്ട. ഹലോ, നീയായിരുന്നോ അമ്മയ്ക്കൊന്ന് കൊടുത്തേ? അപ്പ ഇത് എവിടെന്നാ വിളിക്കുന്നേ? ഇടി, അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാ, ഒന്ന് കൊടുക്ക. അമ്മയ്ക്ക് എണീക്കാൻ വയ്യ, നല്ല ഉറക്കാന്ന് പറയാൻ പറഞ്ഞു. വെക്കുവാ. അവളാ? അതെ. ഇന്നത്തേക്ക് നിർത്തിയോ? ഗുഡ് നൈറ്റ് പറഞ്ഞ? ഗുഡ് നൈറ്റ് പറഞ്ഞ് ഇനി വിളിക്കാന്ന് പറഞ്ഞു. അല്ല, ഇത് ടൈം ഒരുപാടായില്ലേ? വീട്ടിൽ പോയി ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടന്നു പറഞ്ഞു. പോ. ഓ, അമ്മേ, വെള്ളം വരുന്നില്ല. വെള്ളം ഇല്ലേ? കുളിക്കാണ്ട് ഞാൻ സ്കൂളിൽ പോയോ? എന്റെ ഈശോയെ, രാവിലെ കഷ്ടപ്പാടായല്ലോ. എടി ജിനി, പോയി 2 ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വാ. ഷോ, എന്തൊരു കഷ്ടമാ. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കാല്ലേ, എന്നെ കൊണ്ടങ്ങ് വയ്യ. എനിക്ക് കുളിക്കണം. എടി ജിനി, വെള്ളം എടുത്തോണ്ട് വാടി. ഞാനങ്ങോട്ട് വന്നോണ്ടല്ലോ. ബാത്റൂമിൽ ബക്കറ്റ് ഇല്ല. ബക്കറ്റ് ഇല്ലേ? ഈ ഉന്നച്ചി സാറിന് എന്ത് പറ്റി? ഇതുമാതിരി കോപ്പറായും കാണിച്ചു ഇവിടുത്തെ ആണുക്ക് മാനക്കെട്ടോ കരുത് കേട്ടോ. നീ ബഹളം വെക്കാതെ. പിന്നല്ലാതെ നമ്മൾ വേറെ ചില റിലേഷൻസ് ചെന്നപ്പെടുമ്പോ ഭാര്യയോട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കണം. അതാണ് അതിന്റെ ഒരു ടെക്നിക്ക്. ഞാൻ പോട്ടെ, അനിയമ്മയ്ക്ക് കുളിക്കണം. കുളിക്കണോ? അമ്മേ, എന്റെ ഈശോയെ. ദാസേട്ടാ, എന്താ കഴിച്ചേ? ഇത് കണ്ടുപഠിക്കും മനുഷ്യ. ചൊവ്വയില് മാത്രല്ല വെള്ളം ഉള്ളത്, ഇവിടുത്തെ കിണറ്റിലും വെള്ളമുണ്ട്. ആണുങ്ങളായ ഇങ്ങനെ വേണം, അല്ല പിന്നെ. ഈ അച്ഛൻ്റെ ഒരു കാര്യം. ജലക്ഷാമം. അച്ഛായോ, എന്ത് പണിയാ കാണിച്ച? എല്ലാവരും എന്താ വെള്ളം എടുക്കാൻ പറഞ്ഞാൽ അത്ര മോശപ്പെട്ട പണിയാണ്? വേണ്ട, ഞാൻ ചോദിച്ചോളാം. നീ അടുക്കളയിലോട്ട് ചെല്ലേ, പിള്ളേരെ സ്കൂളിൽ വിടണ്ടേ? ഇത്തരം സന്ദർഭങ്ങളിൽ ഭാര്യയെ സഹായിക്കേണ്ടത് ഭർത്താവ് എന്ന നിലയിൽ എന്റെ കടമയാണ്. എന്ന് മുതല് ഇതാ നിന്റെ കുഴപ്പം. നല്ലത് ചെയ്താൽ അംഗീകരിക്കണം, അതിനുള്ള മനസ്സുണ്ടാകണം. ചെല്ല്, അടുപ്പത്തിരിക്കുന്ന കഴിയും. ചെല്ല്. ഇന്ന് കാക്ക മലന്ന് പറക്കും. ഇന്ന് മാത്രമല്ല, ഇനി മുതൽ. അപ്പ കലക്കി ഇങ്ങനെ വേണം. വെള്ളം എടുക്കാൻ മാത്രമല്ല, അപ്പക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പ ഇവക്കൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാ. കേൾക്കണ്ട. അപ്പ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഇന്നലെ രാത്രി പോയി വിളിച്ചിട്ടും അമ്മ വരാത്തോണ്ടാണ് ഇന്ന് വെള്ളം കോരിക്കൊണ്ടുവന്നത്. ചെറുക്കൻ്റെ ഒരു കാര്യം. ഇവിടെ എല്ലാ ദിവസവും ലേറ്റ് ആണല്ലോ. ഒരു കൃത്യനിഷ്ഠല്ലാതെ കുട്ടി ഒരു കാര്യം എല്ലാ സ്ഥിതിയിലാണല്ലോ കേൾക്കണത്. ഒന്ന് മാറ്റി പറഞ്ഞോട്. എനിക്ക് തന്നെ ബോറടിച്ചു. എന്തായി കാണണേ? രാവിലെ വെള്ളം, ഇപ്പൊ തുണി. എന്റെ കൃഷ്ണ. അതെ, എന്നെ സുഖിപ്പിക്കാനായിട്ടാണേലും എന്തേലും ചെയ്യുമ്പോ വൃത്തിയായിട്ട് ഈ തുണി എവിടുന്ന് വന്നു? ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല, 2 ദിവസം ലീവാ. എന്തിന്? എന്റെ ഭാര്യയുടെ കൂടെ ഇരിക്കാൻ. നമ്മളിപ്പോ ടൗണിൽ പോകുന്നു, പിന്നെ ഒരു ഗ്രാൻഡ് ലഞ്ച്, പിന്നെ ഒരു സിനിമ. അതെ, എന്റെ ടൗൺ, എന്റെ സിനിമ, എന്റെ ബീച്ച് എല്ലാം വാതൊക്കെ കിടക്കുന്ന ആ സെറ്റിയില്ല. ഞാൻ അവിടെ ഇരുന്നോളാം. രാവിലെ വെള്ളം ഒഴിക്കാൻ മറന്നു. നമ്മള് നട്ടു വളർത്തിയിട്ട് നമ്മൾ തന്നെ മറക്കുന്നത് ശരിയല്ലല്ലോ. ശരിയാ, ഇവിടെ ഒരാൾ അതിലും വലിയ കാര്യം മറന്നു. അതെ, എന്ത് കാര്യമാ ഞാൻ മറന്നത്? പറ. അല്ല, ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടോ? ഓർത്ത് നോക്ക്. ഇന്ന് ഒക്ടോബർ 24. അയ്യോ, ജിനിയുടെ ബർത്ത്ഡേ അല്ലേ? ഞാൻ അവിടെ വിഷ് ചെയ്ത് പോലും ഇല്ല. നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? പറയാൻ നമ്മള് തമ്മിൽ അങ്ങനെ ഇപ്പൊ സംസാരിക്കാറൊന്നും ഇല്ലല്ലോ. പറയേണ്ട കാര്യമൊന്നുമില്ല. പറയാതെ ഓർത്തിരിക്കേണ്ട കടമ ഒരപ്പനുണ്ട്, അച്ചായന്. അതൊക്കെ ശരിയാ. നീ പോയി റെഡി ആവ്. നമുക്ക് അവർക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കണം, കേക്ക് വാങ്ങിക്കണം, സർപ്രൈസിംഗ് ആയിട്ട് ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യണം. ചെല്ലേ. ഞാനില്ല. ഞാൻ രാവിലെ വിഷ് ചെയ്തു, ചോക്ലേറ്റ് വാങ്ങാനുള്ള കാശും കൊടുത്തു. ഞാൻ പറയുന്നേക്ക് ചെല്ലേ. ഇല്ല. കൂമ്പിയ കളകളെ.
സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെ വീട്, ബസ്, ഓഫീസ് ഒക്കെ കൂടി ഒരു മടുപ്പാ. ഇതൊക്കെ അതിന് കാരണമായിട്ടുണ്ടാവാം. ജീവിതത്തിൽ ചില കാര്യങ്ങൾക്കൊക്കെ റീടേക്കുകൾ ഉണ്ടാനിയമ്മേ. നിന്റെ ഈ സങ്കടം മാറാനും എന്റെ ഈ മടുപ്പ് മാറാനും ഒരു കാര്യം നമ്മൾ തിരിച്ചു പിടിച്ചാൽ മതി. നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ പ്രണയം. ഇനി ഞാനൊരു കാര്യം പറയാം. ശനിയാഴ്ച രാത്രി അച്ചായൻ വീട്ടിലേക്ക് വിളിച്ചില്ലേ? അല്ല, അത് ഹായ്, ഹലോ, ഹൗ ആർ യു? സിറ്റിയിൽ ചുരുണ്ടുകൂടി പോയ എന്നെ ഉണർത്താൻ ആ 3 വാക്കുകൾ മതിയായിരുന്നു. ഒരു സന്തോഷവും എനർജിയും ഒക്കെ എവിടുന്നോ വന്നതുപോലെ. അതുകൊണ്ടാ ഇന്നലെ പള്ളിയിൽ വന്നപ്പോ ജോസ്മോൻ കൊണ്ടു തന്ന സാരി ഉടുത്തതും ഒരുങ്ങിയതുമല്ല. ഞാൻ ഇപ്പോഴും അതിന്റെ ഹാങ് ഓവറിലാ. അച്ചായനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കഴുത്തിലുമ്മ വെച്ച് ആമീന്ന് പതുക്കെ വിളിക്കുന്നതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. തനിച്ചിരിക്കുമ്പോ ഈ വീടൊരു നരകമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് എത്താൻ അധികം ദൂരം ഇല്ലാന്ന്. ഇനി എന്നും ഈ വീട്